ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു ചെറിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നത് വെച്ചാൽ പള്ളിയിൽ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ്. അതായത് നമ്മൾ കുറേ നാളായി ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. നമ്മൾ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ ഒരു സാധാരണ എല്ലാവർക്കും അറിയാം, സൺഡേ പള്ളിയിൽ പോകണം എല്ലാവർക്കും അറിയാം. ഇവിടെ കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഞാൻ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതാണ് ഫോണിൽ വെതർ നോക്കിയപ്പോൾ മനസ്സിലായത് ഇന്ന് കട്ട മഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഞ്ഞൊക്കെ മാറ്റി വണ്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പള്ളിയിൽ പോകാനായിട്ട് ഒരു 15, സാധാരണ ഞാൻ പള്ളിയിൽ കറക്റ്റ് സമയത്ത് പോകാറ്. പക്ഷേ ഈ മഞ്ഞുള്ള ദിവസം നമുക്ക് എങ്ങനെ പോയാലും ഒരു 15-20 മിനിറ്റ്സ് ഏർലി നമ്മൾ റെഡിയായി നിന്ന് മഞ്ഞൊക്കെ മാറ്റി വണ്ടി ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ഈ മഞ്ഞ് മാറ്റണ ബുദ്ധിമുട്ടല്ല. ഈ മഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിൽ കയറുമ്പോൾ ഫുള്ള് സ്നോ നമ്മുടെ കാലുവേണ്ട, അത് ഫുള്ളും വീടിനകത്തായിരിക്കും, അത് തുടയ്ക്കണം. അങ്ങനെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ മഞ്ഞ് നല്ലതാണ്, ബട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് പോകുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ പതുക്കെ വണ്ടി എടുത്തപ്പോൾ മനസ്സിലായത് നല്ലോണം റോട്ടിൽ മഞ്ഞ് പെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും മഞ്ഞ് ഉണ്ടാവുമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. അങ്ങനെ പള്ളിയിൽ ചെന്ന്, ഇതൊരു ലാറ്റിൻ പള്ളിയാണ്. പള്ളിയിൽ ആകെ 1 മണിക്കൂർ ഉണ്ടാവുള്ള കുർബാന. ആ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീണ്ടും പുറത്തിറങ്ങി. എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര രസമാണ് ശരിക്കും മഞ്ഞ് എന്ന് പറഞ്ഞാൽ. മഞ്ഞ് അത്രയും സീനുള്ളതല്ല, പക്ഷെ അതിന് നമുക്ക് പ്രിപ്പയർഡ് ആവണം എപ്പോഴും. അങ്ങനെ ഈ മഞ്ഞൊക്കെ നല്ലോണം പെയ്യുമ്പോൾ നല്ല രസമാണ് എപ്പോഴും നടന്നു പോകാനായിട്ട്. കാരണം മഞ്ഞ് പെയ്യുന്ന സമയത്ത് ശരിക്കും തണുപ്പുണ്ടാവില്ല. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടികൾ ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കണം. അവിടെ ഞങ്ങൾ വണ്ടി വീണ്ടും സെയിം പ്രൊസീജിയർ, വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് പതുക്കെ വീട്ടിലേക്ക് പോയി. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.